tri facets of the gospel. സുവിശേഷത്തിൻ്റെ ത്രിമാന തലങ്ങൾ. പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നത് ഏദനിലെ ആദ്യ ജീവിതത്തെക്കുറിച്ചാണ്. ഏദനിലെ ജീവിതം നമ്മളൊക്കെയും ഏതെങ്കിലും നിലയിൽ നമ്മുടെ ഭാവനയിൽ ഓരോ നിലയിൽ കണ്ടു കാണും. എന്തായിരുന്നു ഏദനിലെ ജീവിതം? ഏദൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ പ്ലഷർ, ഡിലൈറ്റ്, വലിയ സന്തോഷം, പ്രമോദം, അത്യാഹ്ലാദം. ഈ പദങ്ങളൊക്കെയാണ് ഏദൻ എന്നുള്ള പദത്തിൻ്റെ തന്നെ അർത്ഥം. ഏദനിലെ ആ ജീവിതത്തിന് ആകത്തുകയായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ബ്ലെസ്. വലിയ പരമ ആനന്ദത്തിൻ്റെ ജീവിതമായിരുന്നു ഏദനിലെ ജീവിതം. ബ്ലെസ് എന്നുള്ളതിന് കൃത്യമായി ഒരു വിവർത്തനം എളുപ്പമല്ല. നമുക്ക് ആനന്ദം, ആഹ്ലാദം, സന്തോഷം, പല നിലയിൽ ഉല്ലാസം. ഇംഗ്ലീഷിൽ തന്നെ സന്തോഷത്തിന് അനേക പദങ്ങളുണ്ട്. എക്സൈറ്റ്മെന്റ്, ജോയ്, ഹാപ്പിനെസ്, ഗ്ലാഡ്നെസ്, ഒരുപാട് പദങ്ങളുണ്ട്. എക്സിലറേഷൻ, എക്സൈറ്റ്മെന്റ്, ഒരുപാട് പദങ്ങളുണ്ട്. എന്ന് പറയുന്ന പോലെ സന്തോഷത്തിന് വിവിധ തലങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ക്രൗൺ, അതിന് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു തലത്തിൽ സന്തോഷത്തെ ചിന്തിച്ചാൽ ഉപയോഗിക്കുന്ന പദമാണ് ബ്ലെസ്, പരമാനന്ദം എന്ന് നമുക്ക് വേഗം പറയാവുന്നത്. ഏതല്ലേ ജീവിതം ഒരു ബ്ലിസ്ഫുൾ ലൈഫായിരുന്നു, ഒരു പരമാനന്ദ ജീവിതമായിരുന്നു. ശാന്തത, സെറനിറ്റി, പീസിനപ്പുറത്തുള്ള ഒരു പദമാണ് സെറീൻ, ശാന്തമായിരിക്കുന്ന ഒരു ജീവിതാന്തരീക്ഷം, ഭയരഹിതമായിരിക്കുന്ന, സ്വാന്തനം നിറഞ്ഞ, സന്തോഷപൂരിതമായിരിക്കുന്ന ഒരു ജീവിതം. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അതിന് പിമ്പിലൊരു കാരണമുണ്ട്. ഇപ്പോഴില്ലാത്ത അന്നുണ്ടായിരുന്ന ഒരു കാര്യം ഏദനിലെ ജീവിതത്തിനുണ്ടായിരുന്നു. ഏദനിലെ ജീവിതത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ഹാർമണി. ഒരു ഹാർമണി, ആകമാനം സമന്വയിച്ചിരിക്കുന്ന, സമ്മേളിച്ചിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഹാർമണി, സംഘർഷങ്ങളില്ലാത്ത, സംഘട്ടനങ്ങളില്ലാത്ത, സംയോജിതമായിരിക്കുന്ന ഈ ഹാർമോണിയം എന്നുള്ള പദം, ഹാർമോണിയത്തിൻ്റെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പതിപ്പാണ് നാം ഉപയോഗിക്കുന്ന കീബോർഡ്, ഓർഗൻ. ഇതൊക്കെ ആ ഹാർമോണിയം എന്നുള്ള ഇതിൻ്റെയൊക്കെ പഴയ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പദം തന്നെയും ഹാർമോണിയം എന്നുള്ള പദം വന്നിരിക്കുന്നത് ഹാർമണി എന്നുള്ള പദത്തിൽ നിന്നാണ്. ഹാർമണി എന്ന പദം എല്ലാ കാര്യങ്ങളുടെ ചേർന്നുള്ള ലയം, വിവിധ സ്വരങ്ങളുടെ സ്വരലയം, അതാണ് ഹാർമണി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതേ തരത്തിലുള്ളൊരു ലയം, ജീവിതത്തിന്റെ ലയം, ഹാർമണി ഓഫ് ലൈഫ് ഏതിലുണ്ടായിരുന്നു. ഏതിലായിരുന്ന ആദ്യ മനുഷ്യർ ആദമും ഹവ്വയും. ഒരു ഭാഗത്ത് അവർക്കുണ്ടായിരുന്ന ഹാർമണി, ആ ലയം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളൊരു ഹാർമണി ആയിരുന്നു. ദൈവം ഭാഗ്യമൊന്നും അവർക്ക് മറച്ചു വെക്കുവാനുണ്ടായിരുന്നില്ല. ദൈവസന്നിധിയായിരുന്നു അവരുടെ ഏറ്റവും ആനന്ദകരമായിരുന്ന അനുഭവം. ദൈവത്തോടുള്ള കൂട്ടായ്മ അവരുടെ ജീവിതത്തെ അത്യന്തം മനോഹരമാക്കി തീർത്തിരുന്നു. ദൈവവും അവരുടെ ഇടയിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, രഹസ്യങ്ങളില്ലായിരുന്നു. ദൈവത്തിന്റെ സന്നിധി അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രിയവും പ്രതീക്ഷയും പ്രമോദവുമായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിനൊരു ഹാർമണി ഉണ്ടായിരുന്നു. അതിൻ്റെ ലയത്തെ, അതിൻ്റെ താളത്തെ, ആ ബന്ധത്തെ അസ്വസ്ഥമാക്കുന്ന ഒന്നും ആ ബന്ധത്തിലില്ലായിരുന്നു. There was harmony between God and man. മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ ബന്ധത്തിലുള്ള വലിയ അസമാധാന ബന്ധം,
ആ ബന്ധത്തിലുള്ള ആ ജീവിത ലയം, താളം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ, ആ ബന്ധത്തിൽ ഒരു ഹാർമണി ഉണ്ടായിരുന്നു. സംയോജിതമായിരിക്കുന്ന, സംഘർഷരഹിതമായിരിക്കുന്ന, ഭിന്നതകളില്ലാത്ത, തമ്മിൽ വലിപ്പച്ചെറുപ്പമില്ലാത്ത, മത്സരങ്ങളില്ലാത്ത, അസൂയയില്ലാത്ത, ഇന്നത്തെ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചേർത്ത് നാം ഒരിക്കലും ഏതല്ലേ കുടുംബജീവിതത്തെ നാം താരതമ്യപ്പെടുത്തിക്കൂടാ. It was just bliss. There was perfect harmony in the relationship. ആ ബന്ധത്തിൽ പരിപൂർണമായിരിക്കുന്ന ആ ബന്ധത്തിന്റെ ലയനമുണ്ടായിരുന്നു. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ they shall be one flesh, അവരൊരു ജഡമായി തീരുമെന്ന് അന്ന് ദൈവം പറഞ്ഞിരുന്നതിന്റെ യഥാർത്ഥ നിവൃത്തി ഏതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നാം ശ്രമിക്കുകയാണ്. It is not fact. നമ്മെ സംബന്ധിച്ചോളം ഒരു യഥാർത്ഥ്യമായിരിക്കുന്നില്ല. But there was true oneness in Eden. ഏതെല്ലാം യഥാർത്ഥമായിരിക്കുന്ന ഐക്യത, ഏകോപനം ഏതെല്ലാം ഉണ്ടായിരുന്നു. കാരണം പാപം പ്രവേശിച്ചിട്ടില്ലായിരുന്നു. പാപം പ്രവേശിക്കുമ്പോഴാണ് മത്സരമുള്ളത്, കോമ്പറ്റീഷൻ ഉള്ളത്, അസൂയ ഉള്ളത്. They had true fellowship. യഥാർത്ഥമായിരിക്കുന്ന കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇന്ന് വിവാഹത്തിന്റെ ഉദ്ദേശം ആ ഒരു നല്ല കൂട്ടായ്മയാണ്, ഒരു നല്ല ബന്ധം, ആ ഒരു ഐക്യതയിൽ കൂടി വരുന്ന ശക്തിയാണെന്ന് പറഞ്ഞാലും വിവാഹത്തിൽ കൂടി സംഭവിക്കുന്നില്ല. സ്റ്റിൽ മാൻ ആൻഡ് വുമൺ ആർ ഓഫൻ ലോൺലി. ഇപ്പോഴും സാധാരണ ജീവിതങ്ങളിലെല്ലാം പുരുഷനും സ്ത്രീയും ഏകാന്തരാണ്. They look one another with suspicion. സംശയത്തോടെ അന്യോന്യം നോക്കുന്നവരാണ്. കോൺസ്റ്റന്റ് കോൺഫ്ലിക്ട്സ്, നിരന്തരമായിരിക്കുന്ന സംഘടനകൾ. ഏതെല്ലാം ജീവിതം അതായിരുന്നില്ല. പാപം പ്രവേശിക്കാതിരുന്നതിന്റെ ഫലമായി there was harmony of life. ജീവിതത്തിൽ മനോഹരമായിരിക്കുന്ന ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യന് തന്നിൽ തന്നെയും തന്നോട് തന്നെയും ഒരു ഹാർമണി ഉണ്ടായിരുന്നു. മനുഷ്യന് തന്നിൽ തന്നെയുള്ള ഏകോപനം. നാം കരുതുന്നത്രയും നാം നമ്മോട് തന്നെ യോജിച്ച് ചേർന്ന് എഗ്രി ചെയ്തല്ല പോകുന്നു. നാം വിചാരിക്കുന്നതിൽ കൂടുതൽ ഡിസഗ്രിമെന്റ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നാം ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മിൽ തന്നെയും അനേക ഭിന്നതകളെ അഭിമുഖീകരിച്ചാണ് നാം പോകുന്നത്. Sin brought conflict within man. മനുഷ്യന്റെ ഉള്ളിൽ പാപമില്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഹാർമണി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയും മനുഷ്യൻ ചിരിക്കുമ്പോൾ ചിരിക്കാമായിരുന്നു. നേരെ നോക്കുമ്പോൾ നിർമ്മലമായിട്ട് നോക്കുവാൻ കഴിയുമായിരുന്നു. തൻ്റെ ബന്ധങ്ങളിലുള്ള ഊഷ്മളത വ്യാജമില്ലാത്ത നിർവ്യാജമായിരിക്കുന്ന ബന്ധങ്ങളായിരുന്നു. മനുഷ്യന് പുറമെ ഭാവങ്ങൾ ആവശ്യമായിരുന്നില്ല, അഭിനയങ്ങൾ ആവശ്യമായിരുന്നില്ല. നിരന്തരം മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന അനേക പ്രശ്നങ്ങൾ ഏതെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഷോ ഓഫ്, ഞാൻ കേമനാണെന്ന് കാണിക്കേണ്ട ആവശ്യം മനുഷ്യനുണ്ടായിരുന്നില്ല. മനുഷ്യന് ഏതെല്ലാം ഗെയിമാണ് കളിക്കുന്നതെന്നറിയാമോ? കേമനാണെന്ന് കാണിക്കുവാൻ, മിടുക്കനാണെന്ന് അറിയിക്കുവാൻ, അറിവുള്ളവനാണെന്ന് അറിയിക്കുവാൻ, തൻ്റെ അപകർഷതയെ മറച്ചു പിടിക്കുവാൻ ഏതെല്ലാം ഗെയിംസ്, ഏതെല്ലാം കളികൾ മനുഷ്യന്റെ പ്രകൃതത്തിൽ അന്തർലീനമാണ്. അങ്ങനെയുള്ള ഒന്നുമില്ലാത്തൊരു പ്ലെയിൻനെസ്, പ്ലെയിൻ, നേരെയായിരിക്കുന്ന സ്വച്ഛമായിരിക്കുന്ന ഒരു നിർമ്മലത മനുഷ്യരിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ആകമാനം ഏതല്ലേ ജീവിതത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു ഹാർമണി ഉണ്ടായിരുന്നു, ഒരു ജീവിതത്തിന്റെ ലയമുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ നിന്നാണ് മനോഹരമായിരുന്ന ബ്ലിസ്ഫുൾ ലൈഫ്, ആനന്ദപ്രദമായിരുന്ന ആ ജീവിതം ഉണ്ടായിരുന്നു. യെസ്, സംതിങ് ഓഫ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിന്റെ മനോഹരമായിരിക്കുന്ന ഒരു തുടക്കത്തിൽ നിന്ന് നാം ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫാർ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് എത്രയോ അകലെയാണ് നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ബട്ട് റിമെമ്പർ, that is our original state.
നമ്മുടെ ആദ്യത്തെ ഇടം ഈ ഇടമാണ്. കളങ്കമില്ലാത്ത, നിർവ്യാജമായിരിക്കുന്ന സ്നേഹത്തോടു കൂടിയ അനുഗ്രഹീതമായിരിക്കുന്ന കൂട്ടായ്മയുടെ, ദൈവം മനുഷ്യനുമായിട്ടുള്ള തുടർന്നുള്ള ഇടപഴകലുകളുടെ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഇടപെടലിന്റെ അത്യന്തം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഏദനിലെ ജീവിതം. എന്നാൽ ആ ഏദനിലെ ജീവിതം, ഈ മനോഹരമായിരിക്കുന്ന ജീവിതം ഇന്നുള്ള അവസ്ഥയിലേക്ക്, നാം ഇന്ന് കാണുന്ന നിലയിലേക്ക് താഴ്ന്നു വന്നതാണ്, നിപതിച്ചു പോയതാണ്. The human life today is a debased life. ഇന്ന് മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് അധപ്പതിച്ചൊരു ജീവിതമാണ്. ഏതെല്ലാം നിലയിൽ സംസ്കാരം കൊണ്ടും അറിവ് കൊണ്ടും പഠനം കൊണ്ടും ബാഹ്യമായോ മാനസികമായോ നമ്മെ നന്നാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നന്നാകാൻ കഴിയാത്ത നിലയിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് സംഭവിച്ച പതനത്തിന്റെ പ്രത്യാഘാതമായിട്ടാണ് ഇന്നത്തെ മനുഷ്യ ജീവിതത്തെ നാം കാണേണ്ടത്. ടുഡേയ്സ് മാൻ ഈസ് എ കോൺസിക്വൻസ്. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം ഒരു പ്രത്യാഘാത ഫലമാണ്. ഏതിൽ ദൈവമായിട്ടുള്ള അതിമനോഹരമായിരിക്കുന്ന സംസർഗത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധത്തിൽ നിന്നും മനുഷ്യൻ നിപതിച്ചു പോയി, വീണുപോയി. പാപം മുഖാന്തരം sin came between God and man. ദൈവത്തിന് മനുഷ്യന്റെ ഇടയിൽ പാപം കടന്നു വരികയുണ്ടായി. അതിമനോഹരമായിരിക്കുന്ന ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ദൈവാദ്യമായിട്ട് മനുഷ്യനെ കൽപ്പന കൊടുക്കുന്ന സമയത്ത് മനുഷ്യനോട് പറഞ്ഞു, ഈ കൽപ്പന ലംഘിക്കുന്ന നാളിൽ, അല്ലെങ്കിൽ ഈ വൃക്ഷഫലത്തിൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ആദ്യം മരണം എന്നുള്ള പദം മനുഷ്യനോട് സംസാരിച്ചപ്പോൾ, തിരുവചനത്തിൽ ഡെത്ത്, മരണം എന്നുള്ള പദം നാം കാണുമ്പോൾ, ഇന്ന് നാം കാണുന്ന മരണമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. Today's death is a consequence of the death that happened in Eden. ഏദനിൽ അന്ന് സംഭവിച്ച മരണത്തിന്റെ പ്രത്യാഘാതമാണ് നാം ഇന്ന് കാണുന്ന പ്രത്യക്ഷ മരണം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ ശ്വാസം നിശ്ചലമായി, മനുഷ്യന്റെ ജഡം അചേതനമായി തീരുമെന്ന് പറയുന്ന ഒരു ബാഹ്യ അവസ്ഥയെ നേരിട്ട് ഉദ്ദേശിച്ചല്ല ദൈവം അന്ന് മനുഷ്യനോട് പറഞ്ഞു, യു ഷൽ ഡൈ, നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് അർത്ഥമാക്കിയത്, യു വിൽ ലൂസ് യുവർ ബോണ്ട്, യുവർ ഫെലോഷിപ്പ് വിത്ത് മീ. നിനക്ക് എന്നോടുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടമാകും. That is death. Life is to have fellowship with God. ജീവൻ എന്നുള്ളത് ദൈവത്തോടുള്ള സംസർഗമാണ്, കൂട്ടായ്മയാണ്. മരണം എന്നുള്ളത് ദൈവത്തോടുള്ള വിച്ഛേദനമാണ്, അകൽച്ചയാണ്. അതിന്റെ ഫലമാണ് ശാരീരിക മരണം. ഏതിലെ മനോഹാരിത, അശാന്തത, പരമാനന്ദം, പ്രകൃതിയുടെ ഭംഗി, സകലത്തിനും മാറ്റമുണ്ടായി. നിശബ്ദമായി, ഭീകരമായി ഭയം മനുഷ്യന്റെ ഹൃദയത്തിൽ കയറി. മനുഷ്യൻ ഏകാന്തനായി, കുറ്റബോധം അവന്റെ മനസ്സിലേക്ക് വന്നു. സകലവിധമായിരിക്കുന്ന സങ്കീർണതയും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വന്നു. The blessedness and bliss of Eden was lost. ഏതല്ലേ ആ അനുഗ്രഹവും പരമാനന്ദ മനുഷ്യൻ നഷ്ടപ്പെട്ടു. ദൈവം ഭാഗെ ഉള്ള ബന്ധം, സംസർഗം അവന് നഷ്ടപ്പെട്ടു. ഒരു വലിയ ഭൂകമ്പത്തിൽ, എത്രയും അടുത്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഒരു ഭൂകമ്പത്തിൽ, ആ ഭൂമിയുടെ ഉലച്ചിലിൽ രണ്ട് സ്ഥലങ്ങൾ വിഘടിച്ച് വിദൂര സ്ഥലങ്ങളായി തീരുന്നത് പോലെ, അതിന് നടുവിൽ വലിയൊരു ഗൾഫ്, ഒരു വലിയ ഗർത്തം രൂപപ്പെടുന്നത് പോലെ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അടുക്കുവാൻ കഴിയാത്ത അകലമുണ്ടായി. ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട് നമുക്കിന്ന് കുശലം പറയുവാൻ കഴിയില്ല, വിശേഷം ചോദിക്കാൻ കഴിയില്ല.
അവനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല, ഒന്നും കഴിയില്ല. He's just dead. Communication is impossible. ആശയവിനിമയം അസാധ്യമാണ്. ചില സമയങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ വെച്ചേക്കാനും കൊള്ളുകയില്ല, ശ്മശാനത്തിൽ കൊണ്ടടക്കണം. which means it is perpetual separation. എന്നേക്കുമായിട്ടുള്ള അകൽച്ചയാണ്, വേർപാടാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ വേർപാടിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. God could not communicate with man. മനുഷ്യനോട് ദൈവത്തിന് ഒന്നും പറയുവാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാനോ കഴിയുമായിരുന്നില്ല. മരണമുഖാന്തരം ആ ഒരു വലിയ വേർപാടിലേക്ക് മനുഷ്യനും ദൈവവുമായിട്ടുള്ള വലിയ വേർപാട്. അത് മാത്രമല്ല, നാം ഏദനിൽ പാപം സംഭവിച്ചതിനോട് ചേർന്ന് നാം കാണുന്ന ഒരു കാര്യം, ദൈവമായിട്ടുള്ള വേർപാടിനോട് ചേർന്ന് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള മനുഷ്യന്റെ ശ്രമം. ഒരു ഭാഗത്ത് ദൈവത്തെ ഓടി ഒളിക്കുവാനുള്ള ശ്രമം. എന്തിനെത്താൽ തന്നെ അവന്റെ ഉള്ളിലറിയാം, he will be caught, അവൻ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ നിൽക്കണം. അങ്ങനെ നിൽക്കുവാൻ താൽക്കാലികമായിട്ടുള്ള അങ്കി ധരിക്കുന്ന മനുഷ്യൻ. ഷെയിം ആൻഡ് ഗിൽറ്റ്, കുറ്റബോധവും ലജ്ജാബോധവും മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിന് നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള ശ്രമം. മതങ്ങളുടെ ആവിർഭാവം ഇവിടെയാണ്. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാനുള്ള ശ്രമങ്ങൾ. അതുമാത്രമല്ല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അകലിച്ച. അത്രയും നാളും ഏറ്റവും അടുത്ത് മിത്രമായി, എത്രയും അടുത്ത ബന്ധുവായി, ഹൃദയംഗമായി അറിഞ്ഞിരുന്നവർ, the most intimate bond, ഏറ്റവും അടുത്ത മനോഹരമായിരിക്കുന്ന ബന്ധം, ആ ബന്ധത്തിന്റെ അകലിച്ച എവിടെ വരെ പോയി? To the extent, പൂർണ്ണമായും തള്ളി പറയുവാൻ, if there is a consequence for this, ഇതിനൊരു പ്രത്യാഘാതമുണ്ടെങ്കിൽ, let me escape that, ഞാനതിൽ രക്ഷപ്പെടട്ടെ. ഭർത്താവ് ഭാര്യയെ തള്ളി പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ തള്ളി പറഞ്ഞു. not I but he, ഞാനല്ല അവൻ. പാപമുഖാന്തരം മനുഷ്യന്റെ ഘടനയിലേക്ക് വന്നിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം ഇതാണ്. I don't take responsibility. ഞാനല്ല ഉത്തരവാദി. My wife is responsible. എൻ്റെ ഭാര്യയാണ് ഉത്തരവാദി. The unison, ഐക്യത, ആ ഏകോപനം അത് നഷ്ടപ്പെട്ട ശേഷം ആക്യുസേഷൻ, ആരോപണങ്ങൾ. ഏതെല്ലാം ആരോപണം ആരംഭിച്ചു, അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഹാർമണി, ആ മനോഹരമായിരിക്കുന്ന ബന്ധം നഷ്ടപ്പെട്ടു. അവർ പിന്നീട് ഒരുമിച്ച് ജീവിച്ചു, ദീർഘകാലം ജീവിച്ചെങ്കിൽ തന്നെയും എന്നേക്കുമായി ആ ബന്ധത്തിനിടയിൽ വിള്ളൽ വന്നിരുന്നു. ആ വിള്ളൽ അവിടെ ആരംഭിക്കുക മാത്രമല്ല, മക്കളിലേക്ക് വന്നു കഴിയുമ്പോൾ എത്ര വലിയ മത്സരമായും അസൂയയായും എത്ര ക്രൂരതയായും എത്ര ദുഷ്ടതയായും അത് തീരുന്നു. അടുത്ത തലമുറയിൽ തന്നെ നാം കാണുന്നത് മർഡറാണ്, കൊലപാതകമാണ്. കൊലപാതകം 15 നൂറ്റാണ്ടിന് ശേഷം മനുഷ്യന്റെ പാപം അതിഘോരമായി തീർന്ന ശേഷം സംഭവിച്ചൊരു കാര്യമല്ല. ഇറ്റ് ഹാപ്പൻ ഇൻ ദ വെരി ഫസ്റ്റ് ജനറേഷൻ. ആദ്യത്തെ തലമുറയിൽ തന്നെ സംഭവിച്ച കാര്യമാണ്. സിൻ, പാപം നമ്മുടെ ജീവിതത്തിൽ വളരെ വിദൂരമായിട്ട് ഇരുന്ന് മലിനപ്പെട്ട് വളരെ ദീർഘകാലങ്ങൾ കൊണ്ട് നാം ദുഷിച്ചു പോകേണ്ട ആവശ്യമില്ല. പാപത്തിന്റെ വഴിയിലെ ആദ്യത്തെ ചുവട് തന്നെയും നമ്മുടെ ജീവിതത്തെ അതിദുഷ്ടകരമായിരിക്കുന്ന നിലപാടുകളിലേക്ക് കൊണ്ടുപോകാം. കയീൻ ഹാബേലിന്റെ ജീവനെ അപഹരിച്ചത് ബിസിനസ് നേട്ടത്തിനാണെന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാം. എ മർഡർ ഫോർ ദ സേക്ക് ഓഫ് സ്പിരിച്വാലിറ്റി, ഭക്തിയുടെ പേരിലുള്ള കൊലപാതകം, അതും സംഭവിക്കുന്നു. നാം അറിയുന്നില്ല. ഭക്തി തെറ്റിപ്പോയാൽ, ഭക്തി തലയിൽ കയറിയാൽ, ഭക്തി തെറ്റിച്ചു കിട്ടിയാൽ, അങ്ങനെ കുറച്ചു പേരല്ല, ഞാൻ കരുതുന്നത് ഒരു വലിയ വലിയ ഭാഗം ആളുകളും ഭക്തി തെറ്റിച്ചാ കിട്ടിയിരിക്കുന്നു.
ഭക്തി കിട്ടേണ്ട പോലെ കിട്ടാതിരുന്നാൽ ജീവിതം കൂടുതൽ കൂടുതൽ അധപ്പതിക്കുവാൻ ഇടയായിത്തീരും. ഭക്തി ലഭ്യമായിരിക്കുന്ന ജീവിതത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്, ജീവിതത്തെ മഹത്വമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയാണ്. ഭക്തി ലഭ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ആദ്യ പദ്ധതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഭക്തി തെറ്റിക്കഴിഞ്ഞാൽ ഭക്തിയില്ലാത്ത സാധാരണ മനുഷ്യനേക്കാളും അധപ്പതിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെയാണ് ഭക്തന്മാർ എന്ന് കരുതുന്ന അനേകരുടെയും ജീവിതം സാധാരണക്കാരെക്കാളും അധപ്പതിച്ചായിരിക്കാനായിട്ട് കാര്യം. മനുഷ്യ ജീവിതത്തിൽ മുൻപോട്ട് അകലിച്ചു വന്നത് സഹോദരനും, കുടുംബം, ജാതി, രാജ്യം. There is everywhere division. എല്ലായിടത്തും ഈ വിഭജനം, അകലിച്ച. കൂട്ടായ്മയ്ക്ക് അടുത്തിരിക്കുന്നവർ തമ്മിൽ അടുത്തിരിക്കുന്നു എന്നല്ലാതെ കൂട്ടായ്മ കഴിഞ്ഞ് മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. അതും ഭക്തിയുടെ പേരിലാണെങ്കിലോ sad. That is how we get everything wrong. ഇങ്ങനെയാണ് എല്ലാം തെറ്റായി നമുക്ക് ലഭിക്കുക. പാപത്തിന്റെ ഫലമായി സംഭവിച്ചൊരു കാര്യമാണ് the gulf between man and man. മനുഷ്യനും തമ്മിലുള്ള അകലിച്ച. അത് മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ തനിക്ക് തന്നെയുള്ള അകലിച്ച. മനുഷ്യന്റെ ഉള്ളിലുള്ള അകലിച്ചകൾ നാം പൗലോസിന്റെ ഭാഷയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഇച്ഛിക്കുന്നത് അല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ദി ഐഡിയൽ ആൻഡ് ദി ആക്ച്വൽ. ഉദാത്തമായിരിക്കുന്ന ഒന്നുണ്ട്, യഥാർത്ഥമായിരിക്കുന്ന ഒന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ഐ റിയലി വാണ്ട് ടു ബി. ഇതാണ് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. ക്ഷമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, വിരോധമാണ് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. നിശബ്ദമായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പെട്ടെന്നാണ് ഞാൻ പ്രതികരിച്ചു പോകുന്നത്. കരുണ കാണിക്കണമെന്നാണ് എൻ്റെ താല്പര്യം, കഠിന ഹൃദയത്തോടെ ഞാൻ ഇടപെടുന്നു. എൻ്റെ ഉള്ളിലുള്ള ആദർശമെന്ന്, എൻ്റെ പ്രകൃതം മറ്റൊന്ന്. ദ കോൺഫ്ലിക്റ്റ് ഓഫ് വിൽ, ഇച്ഛയുടെ സംഘർഷം. എൻ്റെ ഇച്ഛ, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എനിക്കുള്ളതെല്ലാം കൊണ്ട് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് മറ്റൊരു ഇച്ഛയുണ്ട്. ഐ വാണ്ട് ടു ഡു വാട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടത് ചെയ്യുവാനായിട്ടുള്ളൊരു ഇച്ഛ ഞാൻ കൊണ്ടു നടക്കുന്നു. ദൈവത്തിന്റെ രാജ്യം സംബന്ധിച്ച് എൻ്റെ ജീവിതം എത്രയും ലഭ്യമാകണം, റെലവന്റ് ആകണം, പ്രസക്തമാകണം എന്നാണ് എൻ്റെ താല്പര്യം. പക്ഷെങ്കിൽ ഐഹിക ജീവിതം സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിന് നേടുവാനും എത്തുവാനും കഴിയുന്ന എല്ലാം എനിക്ക് എത്തിയിരിക്കണം. ഐ വാണ്ട് ടു ഹോൾഡ് ബോത്ത്. രണ്ടും എനിക്ക് ഒരേ സമയം പിടിക്കണം. ദ കോൺഫ്ലിക്റ്റ് ഓഫ് വിൽ, ഇച്ഛയുടെ സംഘർഷം. The conflict of fact and appearance. വസ്തുതയും എന്നൊരു കാര്യം കാണുമ്പോൾ എങ്ങനെയായിരിക്കുന്നു, ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ മരണവും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, എന്താ ആഫ്റ്റർ ഓൾ എന്നാ പറഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞ് ഇതല്ലേ ജീവിതമുള്ളൂ. നാം കരയുന്നു, നല്ല പാട്ടുകൾ പാടുന്നു, ഭാഗ്യനാട്ടിൽ പോകുന്ന പാട്ടുകളെ കുറിച്ച് പാടുന്നു. രാവിലെ ഞാൻ ഉണരുമ്പോൾ, രാത്രി ഞാൻ കിടക്കാൻ പോകുന്ന കാര്യം, ജീവിതം ഇതാണല്ലോ യഥാർത്ഥമായിരിക്കുന്നത്. എന്നാൽ എത്ര വേഗമാണ് മരണം കഴിയാത്ത താമസം വസ്തുവിന്റെ തർക്കം ആരംഭിക്കുന്നത്. ഒരു കാര്യം യഥാർത്ഥമാണെന്നറിയാമെങ്കിലും നമ്മുടെ ദൃഷ്ടികൾക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റൊന്നാണ് യഥാർത്ഥമായിരിക്കുന്നത്. സൗന്ദര്യം എത്ര വർഷം നിൽക്കും? എത്ര കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാൽ എത്ര വർഷം നമ്മുടെ യൗവനം കൊണ്ടുപോകാൻ കഴിയും? നാം ഏതെല്ലാം നിലയിൽ വശീകരിക്കപ്പെട്ട ശേഷം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നൽകുന്നത്? ഓരോ കാര്യങ്ങളും എത്ര താൽക്കാലികമെന്ന് നമ്മുടെ ബുദ്ധിയും യുക്തിയും മാത്രമല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതാനുഭവം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് ഈസ് സോ ട്രിവിയൽ ആൻഡ് ട്രാൻഷ്യൻ. ജീവിതം എത്രയോ അല്പവും എത്രയോ വേഗം നീങ്ങിപ്പോകുന്നതാണ്. ഇറ്റ്സ് ജസ്റ്റ് വാനിറ്റി. എത്ര മായയാണെന്ന് എത്ര കൃത്യമായി നാം എല്ലാം പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഈ ബോധം പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ വി ജസ്റ്റ് ക്ലിങ് ടു ദാറ്റ്. നാം കയറി പിടിക്കുന്നത് ആ മായയെ തന്നെയാണ്. വി സേ ലൈഫ് ഈസ് ദിസ്. ഇതാണ് ജീവിതം എന്ന് പറയുന്നു.
That's our problem of fall. മനുഷ്യന്റെ പതനത്തിന്റെ ഉള്ളിൽ കയറി കിടക്കുന്ന പ്രശ്നങ്ങളാണത്. ഞാൻ നിങ്ങളോട് ഈ കാര്യം പ്രശ്നമായിട്ട് പറയുമ്പോൾ, ഒരു പൊതുസദസ്സിൽ ഈ പ്രശ്നം എനിക്ക് അവിടെ അവസാനിപ്പിച്ച ശേഷം, യെസ് ദാറ്റ് ഈസ് അവർ ഫേറ്റ്, അതാണ് നമ്മുടെ വിധി എന്ന് പറഞ്ഞ ശേഷം, ഒരു തത്വചിന്ത കേട്ട് പ്രതീക്ഷയില്ലാതെ നിരാശയുടെ ഭാവി കണ്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു സദസ്സിൽ അല്ല ഞാൻ ഈ കാര്യം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിയർ വെൻ ഐ സ്പീക്ക്, ഈ കാര്യങ്ങൾ ഞങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ ഇതിന്റെ പരിഹാരം ദൈവന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം സാധിച്ച ആ വലിയ ദൈവപ്രവൃത്തിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാനൊരു പ്രശ്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. If we should have a solution, നമുക്കൊരു പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ ആ പരിഹാരം തുടങ്ങേണ്ടത് ദൈവം അതിന്റെ പരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുതയെ ആധാരമാക്കിയാണ്. Let's know God has made a solution for that. ഇതിന് ദൈവം ഒരു പരിഹാരം വരുത്തി എന്നുള്ള കാര്യം നമ്മുടെ അറിവിലും നമ്മുടെ വിശ്വാസത്തിലും കടന്നു വരുമാറാകട്ടെ. വീഴ്ച സംഭവിച്ച മനുഷ്യന്റെ ഒരിക്കലും കയറി വരാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി മല്ലടിച്ച മനുഷ്യൻ ആ അധമാവസ്ഥയിൽ ജീവിക്കേണ്ട ആവശ്യം ഇല്ല. God made a solution in Christ Jesus. യേശു ക്രിസ്തുവിൽ ദൈവം ഈ വീഴ്ചയ്ക്ക്, ഈ ശാപഗ്രസ്തമായിരിക്കുന്ന അവസ്ഥയ്ക്ക്, ഏതിലുണ്ടായ രോദനത്തിന്, മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കുലപാതക ചിന്തയ്ക്ക്, മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ സംഘർഷത്തിനും ശത്രുതയ്ക്കും, ദൈവത്തോട് അടുത്തു വരാൻ കഴിയാത്ത ഈ അവസ്ഥയ്ക്കും God has made a solution. ദൈവം ഇതിന്റെ പരിഹാരം വരുത്തി എന്നുള്ളതാണ് സുവിശേഷം. ഇന്ന് നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പ്രശ്നത്തെക്കുറിച്ചല്ല പറയുന്നത്. പ്രശ്നം പറഞ്ഞ് ഞാൻ തുടങ്ങുക മാത്രമായിരുന്നു. ദൈവം ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തി. ഏതിൽ ഇറക്കിവിട്ട മനുഷ്യൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ സന്നിധി വിട്ടുപോയ മനുഷ്യൻ, ഇന്ന് ഈ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന ശേഷം, ഡാഡി, പപ്പ, അച്ഛ, നിങ്ങളേത് പേര് നിങ്ങളെ അപ്പനെ വിളിക്കുന്നോ ആ പേരിൽ ഈ പിതാവിനെ വിളിക്കുവാനായിട്ടുള്ള ബന്ധം കാൽവറി ക്രൂശ് മുഖാന്തരം ദൈവം നമുക്ക് നൽകി. യെസ്, ഇറ്റ്സ് നോട്ട് എ ട്രാജഡി. അനേകരുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി ആയിട്ട് അവശേഷിക്കുമ്പോൾ ഗോസ്പൽ, ഗുഡ് ന്യൂസ്, സുവാർത്ത. എന്താണ് സുവാർത്ത? ഈ ദുരന്ത വാർത്തയ്ക്കപ്പുറത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് ദൈവം ഇതിനൊരു പരിഹാരം വരുത്തി. That's why it's gospel. ഇത് സുവിശേഷമായിരിക്കുന്നു. The lost harmony can be regained. ആ നഷ്ടപ്പെട്ടു പോയ ജീവിത ലയം തിരികെ ലഭിക്കാം. ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ലഭ്യമാക്കാം. തമ്മിലുള്ള ബന്ധം നമുക്ക് ലഭ്യമാക്കാം. നമ്മുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾക്ക് ഈ സുവിശേഷത്തിൽ പരിഹാരമുണ്ട്. There is harmony back. ഈ ലയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാണ്. ഇതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ നാം എന്താണ് വായിക്കുന്നത്? അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ മുഖാന്തരം ദൈവം സമാധാനമുണ്ടാക്കി, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും, സകലത്തെയും യേശുക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം. That which is heaven, in heaven and on earth. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും യേശുക്രിസ്തുവിൽ കൂടി റെക്കൺസൈൽ ചെയ്യുവാൻ, ദൈവത്തോട് നിരപ്പിക്കുവാൻ, യേശുക്രിസ്തുവിൽ നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
ഇതാണ് കാൽവറിയിൽ നടന്ന സമ്പൂർണ്ണ പ്രവൃത്തി. സുവിശേഷത്തിന്റെ പർവ്യൂ, സുവിശേഷത്തിന്റെ പരിധി ഇവിടം വരെയും വരുന്നതാണ്. എവിടം വരെയും വരുന്നതാണ്? സ്വർഗത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും ക്രിസ്തുവേശുവിൽ നിരപ്പിച്ച് ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ്. The lost harmony in Eden. ഏതിൽ നഷ്ടപ്പെട്ട അമനോഹരമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതലയം മനുഷ്യനെ തിരികെ കിട്ടുന്ന ഈ അനുഭവം. ദൈവം ഇത് ചെയ്തു എന്ന് മാത്രമല്ല, ദൈവം ഇത് ചെയ്ത ശേഷം come and take, കടന്നു വന്ന് എടുക്കുക എന്ന് ദൈവം വിളിക്കുകയല്ല ചെയ്യുന്നത്. God took the initiative. ദൈവം തന്നെ അതിന്റെ മുൻകൈയും എടുത്തു. ദൈവം യേശു ക്രിസ്തുവിൽ ചെയ്ത ശേഷം നാം വായിക്കുന്നു, God so loved the world. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കോണം അത്രമാത്രം സ്നേഹിച്ചു. തന്റെ പുത്രനെ നൽകി, തന്റെ ജീവനെ നൽകിയ ശേഷം, തന്റെ സ്നേഹത്തിൽ തന്റെ പുത്രനെ നൽകിയ ശേഷം, still God's love is overflowing. ദൈവത്തിന്റെ സ്നേഹം കാൽവറിയിൽ കവിഞ്ഞ് ഒഴുകുകയാണ്. It doesn't end there. അവിടെ അവസാനിക്കുക മാത്രമല്ല, it still overflows. കാൽവറിയിൽ പിന്നെയും കവിഞ്ഞൊഴുകുകയാണ്. To the point of your path. നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയിൽ നിങ്ങളെ കണ്ടുമുട്ടും വരെയും ദൈവത്തിന്റെ ഈ സ്നേഹം, ക്രൂശിലെ സ്നേഹം നമ്മുടെ ജീവിതത്തെ ദൈവം വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന ഇടം വരെയും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പിന്നാലെ വരികയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച മഹനീയമായിരിക്കുന്ന ആ ക്രൂശ് മരണത്തിനായി, ആ പ്രായശ്ചിത്ത ബലിക്കായി, പാപങ്ങളെ കഴുകുന്ന മനോഹരമായിരിക്കുന്ന സ്വർഗീയ യാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And more and more, God brought this message to my heart. ഈ സന്ദേശത്തെ ദൈവം എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. And more, അതിലുപരി ദൈവം എന്നോട് കാര്യം ചെയ്തു. Touch my heart, എന്റെ ഹൃദയത്തെ തൊട്ട ശേഷം അത് വിശ്വാസവചനമാക്കി എന്റെ ഹൃദയത്തിൽ തീർത്തു. And more, God opened my heart, എന്റെ ഹൃദയത്തെ തുറന്ന ശേഷം, open my eyes, ഈ വസ്തുതയ്ക്കായിട്ട് എന്റെ കണ്ണിനെ തുറന്ന ശേഷം, made my steps, എന്റെ കാലടികളെ ആ സത്യത്തിലേക്ക് നടത്തുമാറാക്കി. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എനിക്കിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ചിത്രം ആവശ്യമില്ല, സങ്കല്പിക്കുവാൻ ഏതെങ്കിലും ഒരു ആകാരം ആവശ്യമില്ല. എനിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന താളലയങ്ങൾ ആവശ്യമില്ല. ദൈവിക കാര്യങ്ങളെ ഓർപ്പിക്കുവാൻ, ഉണർത്തുവാൻ എനിക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക അന്തരീക്ഷം ആവശ്യമില്ല. എന്റെ ആത്മാവിൽ ദൈവത്തോടുള്ള സംസർഗത്തിൽ, ഇരുട്ടിലും വെളിച്ചത്തിലും, ജീവിതത്തിന്റെ തിരക്കിലും ഏകാന്തതയിലും I can go to God. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയും. This is your privilege. ഇതിനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യം എന്നുള്ളത്. ഇന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ തടസ്സപ്പെടുത്തുന്നത്? ദൈവത്തിന് നിങ്ങളുടെ നടുവിലുള്ള മറ എന്താണ്? അവന്റെ അടുക്കൽ ചെന്ന ശേഷം പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള വിഘ്നം എന്താണ്? യു ക്യാൻ. ദൈവത്തിന്റെ സ്നേഹം, ബിക്കോസ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹം, ഹി സോ ലവ്ഡ് ദ വേൾഡ്, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. There is no single man out of that love. ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതിനകത്ത് ഒരു മനുഷ്യൻ പോലും ആ സ്നേഹത്തിന്റെ പുറത്തില്ല. Every single man, big and small, വലിയവനും ചെറിയവനും, നല്ലവനും ഭാവിയും ചീത്തയും, എല്ലാവരും അതിനകത്തുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് വലിപ്പ ചെറുപ്പങ്ങളില്ല, പഠന വ്യത്യാസങ്ങളില്ല, ജാതി വ്യത്യാസങ്ങളില്ല. God so loved the world. അതിനകത്ത് every single soul is there. ഓരോ മനുഷ്യനും അതിനകത്തുണ്ട്. Amen. നമുക്ക് മാത്രമാണ് നിറം കണ്ട്, വലിപ്പം കണ്ട്, വിദ്യ കണ്ട്, കുടുംബം കണ്ട്, ജാതി കണ്ട്, ഇതിന്റെ പേരിൽ വലിപ്പച്ചെറുപ്പം നമുക്കാണ്. ദൈവം തന്നെ വിട്ടുപോയ തന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ ആകാരമാണ് അതിന്റെ ഉള്ളിൽ കാണുന്നത്. He loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. And calls you. നിങ്ങളെ കർത്താവ് തങ്കിലേക്ക് വിളിക്കുന്നു. Just come. നിനക്ക് നേരെ വരുവാനായിട്ട് കഴിയും. ചിലവില്ലാതെ, പ്രത്യേകിച്ച് പ്രായശ്ചിത്തമില്ലാതെ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാതെ. Lord, I want you. എനിക്ക് നിന്നെ വേണം. I want your touch. നിന്റെ സ്പർശനം എനിക്ക് വേണം. നിന്റെ രക്ഷ എനിക്ക് വേണം. അവിടുത്തെ പാപമോചനം എനിക്ക് വേണം. എന്നെ കഴുകി അവിടുത്തെ ഭവനത്തിലേക്ക്, അവിടുത്തെ സ്വന്തത്തിലേക്ക്
സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുവരണം. ജസ്റ്റ് ദാറ്റ് ഹാർട്ട്, ആ ഹൃദയം മതി. ദിസ് ഈസ് ഗ്രേറ്റ് ന്യൂസ്. ഇതൊരു വലിയ വാർത്തയാണ്. Man can go to God. ദൈവസന്നിധിയിലേക്ക് മനുഷ്യന് പോകുവാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ബന്ധം യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ ദൈവത്തോട് നമുക്ക് ലഭിക്കുന്ന പിതാവ് പുത്ര ബന്ധം, ആ ബന്ധം അതിൽ തന്നെ പൂർണ്ണമായിരിക്കുമ്പോൾ ആ ബന്ധത്തിലുള്ള the levels of harmony, ആ ജീവിത തലത്തിലെ ആ ബന്ധം, യൂണിറ്റി, ഐക്യത, ദൈവത്തോടുള്ള ബന്ധത്തിന്റെ തലങ്ങളിലേക്ക് നമ്മെ നടത്തുന്നതിന് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ അനേക കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. നാം പ്രത്യേകം ഓർക്കണം, ദൈവത്തിന്റെ ലക്ഷ്യം നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നാം സന്തോഷിക്കണം എന്നുള്ളതല്ല. ദൈവത്തിന്റെ ലക്ഷ്യം നാം ഒരു സഭാരാധനയിൽ പങ്കെടുക്കണം എന്നുള്ളതല്ല. ദൈവത്തിന്റെ ലക്ഷ്യം നാം ദൈവത്തിന് പണം കൊടുക്കണമെന്നുള്ളതല്ല. ഗോഡ് ബൈപാസസ് ഇതോരോ മറികടന്നാണ് ദൈവത്തിന്റെ ലക്ഷ്യം. നാം പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ perhaps this is God's aim for me, എന്നിലുള്ള ദൈവത്തിന്റെ ലക്ഷ്യം ഇതാണെന്ന് കരുതി നാം പലതും ദൈവത്തിന് ഓഫർ ചെയ്യാറുണ്ട്. ഗോഡ് ബൈപാസസ് ദാറ്റ്. ദൈവം അതിനെ മറികടന്ന് മുമ്പോട്ട് പോകും. വാട്ട് ഈസ് ഗോഡ്സ് ഗോൾ? ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇറ്റ്സ് യു, നിങ്ങളാണ്. ടിൽ ദെൻ ദൈവത്തിന്റെ ലക്ഷ്യം നിങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തുവിലുള്ള ഈ സന്തോഷം അനുഭവിച്ച ശേഷം ഒരു നല്ല ജീവിതം, ശരിയായ ഒരു സഭ, ശരിയായ ഉപദേശങ്ങൾ, നല്ലൊരു കൂട്ടായ്മ, ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണം. ഇറ്റ്സ് ടു ഷോർട്ട് എ ഗോൾ. വളരെ കുറഞ്ഞ ലക്ഷ്യങ്ങൾ മാത്രമാണ്. ഇറ്റ്സ് ബിയോണ്ട്. ദൈവകൃപയിലേക്ക് നടത്തപ്പെട്ട, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങിയവരെ സമയത്തോളം അവരുടെ ഹൃദയത്തിലെ ലക്ഷ്യം ഇവിടെയൊന്നും നിന്നു പോകേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ സത്യസന്ധമായി ദൈവത്തിന്റെ വിളിയെ അതിന് വിധേയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇത് കേൾക്കുവാനായിട്ട് കഴിയും. ലോർഡ്, ദിസ് ഈസ് നോട്ട് വാട്ട് യു സീക്ക് ഇൻ മീ. ദൈവമേ, ഇതല്ല നീ എന്നിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് എന്ത് നൽകിയ ശേഷം നമ്മുടെ ഉള്ളിൽ തൃപ്തി വരത്തില്ല. നാം തൃപ്തിപ്പെടുന്നത് ഒരു സ്ഥാനത്തേക്ക് അടുക്കും തോറുമാണ്. എവിടേക്കാണ്? നിയർ മൈ ഗോഡ് ടു ദീ. എന്റെ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക്, അവിടുത്തെ കൂട്ടായ്മയിലേക്ക്, അവിടുത്തെ ബന്ധത്തിലേക്ക്, അവിടുത്തെ സഖിത്വത്തിലേക്ക്, അവിടുത്തെ സ്നേഹത്തിലേക്ക്, അവിടുത്തെ സന്നിധിയിലേക്ക്. ഗോഡ്, നത്തിങ് ബട്ട് ഗോഡ്. ദൈവം തന്നെ അതൊരു ലക്ഷ്യമായി. ഗോഡ്സ് ഗോൾ ഈസ് മാൻ, മാൻസ് ഗോൾ ഈസ് ഗോഡ്. ദൈവത്തിന്റെ ലക്ഷ്യം മനുഷ്യനാണ്, മനുഷ്യന്റെ ലക്ഷ്യം ദൈവമാണ്. യെസ്, ഇവിടെയാണ് ആ സ്വർഗീയമായിരിക്കുന്ന ബന്ധത്തിന്റെ ലയത്തിലേക്ക് നാം വരുന്നത്. ഈ ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ആഴത്തിൽ ഒരു പണി ചെയ്യുവാനായിട്ടുണ്ട്. There is so much for God to tell us, deal with us, break us, take us through. അനേക കാര്യം നമ്മളെ പറയുവാനുണ്ട്, പഠിപ്പിക്കുവാനുണ്ട്, നടത്തുവാനുണ്ട്, നമ്മുടെ ജീവിതത്തെ നുറുക്കുവാനായിട്ടുണ്ട്, ശുദ്ധീകരിക്കുവാനായിട്ടുണ്ട്, നവീകരിക്കുവാനായിട്ടുണ്ട്. There is so much for God to do. ദൈവത്തിന് അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ തന്ന്, തന്റെ പ്രകൃതം നമ്മളിൽ തന്ന്, തന്റെ മഹത്വം നമ്മളെ അണിയിച്ച്, തന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മെ നടത്തി. God wants to possess us. ദൈവത്തിന് നമ്മെ സ്വന്തമാക്കി തീർക്കുന്ന അനുഗ്രഹീത ബന്ധത്തിലേക്ക്. അതിന്റെ നടുവിലാണ് പാട്ടാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രസംഗമാണെങ്കിലും സുവിശേഷീകരണമാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും എല്ലാം അതിന്റെ ആ ബന്ധത്തിലാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം.
പ്രത്യേകം നാം അറിയേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, അധികം പേരും തെറ്റിപ്പോകുന്നൊരിടം. The goal is God. ദൈവമാണ് ലക്ഷ്യം. പല ക്രിസ്തീയ സമൂഹങ്ങളിലും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ശിഷ്യത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും ജീവിതത്തിൽ വരേണ്ട വ്യതിയാനത്തെക്കുറിച്ചും രൂപാന്തരത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നേ ഇല്ല. അതെന്ത് ക്രിസ്തീയതയാണെന്ന് ഒരു നിലയിലും വിശുദ്ധ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിനടുത്ത് എന്നാൽ എന്ത് കിട്ടും? ഈ ഒറ്റ കാര്യമാണ് ക്രിസ്തീയത സാർവത്രികമായിട്ട് അറിയിക്കുന്നതും ആളുകൾ കിട്ടാനുള്ള ഓട്ടത്തിലുമാണ്. Now, gospel is not that. എന്തെല്ലാം കിട്ടുമെന്നുള്ളതല്ല സുവിശേഷം. ദൈവത്തോട് എനിക്ക് കൂട്ടായ്മ ലഭ്യമാണെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതലായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഇവിടെ തന്നെ ഒരു അപകടമുണ്ട്, അത് പറയുവാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അനേക ക്രിസ്തീയ സമൂഹങ്ങൾ വിശുദ്ധിയെക്കുറിച്ചും ശിഷ്യത്വത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും ദൈവനത്തിന്റെ പ്രായോഗിക അഭ്യസനത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പഠിപ്പിക്കുന്നില്ലെങ്കിലും ചില കൂട്ടം ക്രിസ്തീയ സഭകളെങ്കിലും, പൊതുവെ അവയെ ഹോളിനെസ് ചേർച്ചസ് എന്ന് പറയാം, വിശുദ്ധി ഉപദേശിക്കുന്ന സഭകൾ ശിഷ്യത്വത്തെക്കുറിച്ചും വചനത്തിന്റെ അനുസരണത്തെക്കുറിച്ചും ഒക്കെയും പഠിപ്പിക്കാറുണ്ട്, ഹോളിനെസ് ചേർച്ചസ്. എന്നാൽ പലപ്പോഴും പ്രായോഗിക ക്രിസ്തീയ ജീവിതം പഠിച്ച് വരുന്ന വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഒരു കാര്യം, വിശുദ്ധിയും വചനവും ശിഷ്യത്വവും പറഞ്ഞ് അനുസരിച്ചു വരുന്ന പൊതുവെ സാധാരണക്കാരിൽ നിന്നും ഭക്തിയുള്ളവരായി ഗണിക്കപ്പെടുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ കാണുന്ന കാര്യം, അവർ മറ്റൊരു നിലയിലേക്ക് വഴുതിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. നാം ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ ആ പരീശന്റെ പ്രാർത്ഥന. പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പറയുന്നത്? പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ നീതികെട്ടുകൾ, വ്യഭിചാരികൾ മുതലായവരെ ശേഷം മനുഷ്യരെ പോലെയല്ല, ഈ ചുങ്കക്കാരനെ പോലെയും ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. നോക്കണേ, ഇവിടെ ഒരു മനുഷ്യൻ, he has something to do with God. ദൈവത്തോട് ഏതോ നിലയിൽ എന്തോ ദൈവത്തെക്കുറിച്ച് അറിവ് ലഭിച്ചവനാണ്. ആ അറിവ് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർത്തവനെ. നല്ല വ്യത്യാസങ്ങളാണ്. എന്താണ്? പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം. ആ അറിവിൽ നിന്ന് അവൻ പിടിച്ചുപറിക്കാരനല്ല. That which is yours, I don't want. നിന്റേത് എനിക്ക് വേണ്ട. പിന്നെ മനുഷ്യരെ പോലെയോ ഈ നീതി കെട്ടവരല്ല, അപ്രൈറ്റാണ്, നീതിയോടെ ജീവിക്കുന്ന ഒരു ജീവിതം, അശുദ്ധമായിരിക്കുന്ന ഒരു വഴികളിൽ അവൻ പോകുന്നില്ല. That has given a certain standard for his life. അവന്റെ ജീവിതത്തിന് ഒരു ജീവിതത്തിന്റെ ഒരു തലം, ഒരു നിലവാരം അവന് നൽകി. ഭക്തി അവന് നൽകിയത് a righteous life, നീതിയുള്ള ഒരു ജീവിതം നൽകി. Good, നല്ലതാണ്. പക്ഷെ അവന്റെ ഭക്തിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം ഇതാണ്: താൻ നീതിമാനാണ് എന്നുള്ള അറിവ് തനിക്കുണ്ട്. He is different from others. മറ്റുള്ളവരിൽ താൻ വ്യത്യസ്തനാണെന്ന ഒരു ബോധം തനിക്കുണ്ട്. I am better than you. നിന്നേക്കാൾ ഞാൻ ഉത്തമനാണെന്നുള്ള വാക്കില്ലാത്തൊരു ബോധം. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടോ? I am better than you. ഞാൻ നിന്നേക്കാൾ ഉത്തമനാണെന്നുള്ള ബോധം നമ്മെ ഭരിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നത് അധികം പേരും അങ്ങനെ ഇല്ല എന്ന് പറയുമെന്നാണ്. നിങ്ങൾ കൂടുമ്പോൾ മൂന്നാമതൊരാളെ കുറിച്ച് കുറ്റം പറയുന്നതിന്റെ അടിസ്ഥാന കാരണം ഞാൻ നിങ്ങളോട് പറയാം. യു ഹാവ് എ ഫീലിംഗ് യു ആർ ബെറ്റർ ഓഫ് ദാൻ ദി അതർ. മറ്റുള്ളവരെക്കാൾ നീ ഉത്തമനാണെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുന്നുകൊണ്ടാണ് യു ആർ ഓൾവേസ് സ്പീക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയുക, ജഡ്ജിങ് അതേഴ്സ്, മറ്റുള്ളവരെ വിധിക്കുക. അനേക വിധത്തിൽ നീതിബോധം നമ്മുടെ ഉള്ളിൽ ഭരിക്കാറുണ്ട്. ഇറ്റ്സ് ട്രൂ ദാറ്റ് വി ആർ ബെറ്റർ ഓഫ്. നാം ഉത്തമരാണെന്നുള്ളത് യഥാർത്ഥമാണ്, നല്ലതാണ്, കൊള്ളാം. പക്ഷെങ്കിൽ ഈ ചുങ്കക്കാരന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണത്? ഹി ലിറ്റിൽ ന്യൂ ദ ഹാർട്ട് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഹൃദയത്തെ അവൻ ഒട്ടും അറിയത്തില്ലായിരുന്നു. നീതി ചെയ്യുന്നവന്, ശരി ചെയ്യുന്നവന്, അനുസരിക്കുന്നവന്, സഭാരാധനയിൽ പങ്കെടുക്കുന്നവന്, നല്ല ജീവിതം നയിക്കുന്നവന് ദൈവത്തിന്റെ ഹൃദയത്തെ തീരെ അറിയത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ചുങ്കക്കാരനെയൊക്കെ ഒരു പുച്ഛമായിരുന്നു. He was cut off from God, he was cut off from man. ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അവന്റെ ബന്ധം വളരെ വിച്ഛേദിക്കപ്പെട്ടതായിരുന്നു. ദൈവഭക്തിയെ നാം ഗൗരവപൂർവ്വം എടുത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടം, നമ്മുടെ ധാർമ്മിക ജീവിതം, നമ്മുടെ നീതിബോധമുള്ള ജീവിതം, നമ്മുടെ ക്രിസ്തു ജീവിതത്തിന്റെ നല്ല നടപ്പ്, ജീവിതത്തിന്റെ വിശുദ്ധി, ഇതൊക്കെയും സുവിശേഷത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുക സാധ്യമാണ്. സുവിശേഷത്തിന്റെ ലക്ഷ്യം എപ്പോഴും നാം ഓർക്കണം. ഇറ്റ് ഈസ് നിയറിംഗ്, റീച്ചിങ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്, ദൈവത്തിന്റെ ഹൃദയത്തോട് അടുത്തു വരുന്നതാണ്. അനേകം നല്ലവർക്കും നീതി ചെയ്യുന്നവർക്കും വചനമനുസരിക്കുന്നവർക്കും ദൈവസന്നിധിയുടെ പ്രമോദം അറിയത്തില്ല, ദൈവസന്നിധിയുടെ കൂട്ടായ്മയുടെ മഹത്വം അറിയത്തില്ല, ദൈവത്തെക്കുറിച്ച് തന്നെ പരിജ്ഞാനമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ മുഖാന്തരം നാം നാളുകൾ കഴിയുമ്പോൾ we should be more and more walking up to God. ദൈവത്തോട് നാം കൂടുതൽ കൂടുതൽ അടുത്ത് ചെല്ലുന്നവരും അടുത്തറിയുന്നവരും ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവരും ആ ഒരു തലം നമുക്ക് കൂടുതൽ സുപരിചിതമായി തീരണം. Knowing God, having fellowship with God. ദൈവത്തെ അറിയുകയും ദൈവത്തോടുള്ള കൂട്ടായ്മ വർദ്ധിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിലെ ആരാധന എന്തെന്ന് എനിക്കറിയത്തില്ല. നാം ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി വരാറുണ്ട്. ആരാധനയുടെ എല്ലാ പാരഫർനേലിയ, വർഷിപ്പ് ക്വയറുണ്ട്, വർഷിപ്പിന്റെ മോഡുണ്ട്. ചില പറയാറുണ്ട് ഇവിടെ ആരാധന പോരാ, അവിടെ ആരാധന വളരെയുണ്ട്. ആരാധന എങ്ങനെ ഹോൾസെയിലിൽ ഉള്ള ഒരുപാട് ആരാധന ഉള്ളിടത്തും അനേകർക്കും ആരാധന അറിയത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. It is touching the heart of God. ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുക. സുവിശേഷ മുഖാന്തരം നമ്മെ എവിടേക്കാണ് ആനയിക്കുന്നത്? ഈ ബന്ധമാണ് കാൽവറി നമുക്ക് നൽകിയത്. ഈ ബന്ധത്തിന്റെ വളർച്ചയാണ് സുവിശേഷ മുഖാന്തരം നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ നടക്കുന്ന വിശുദ്ധീകരണവും ശുദ്ധീകരണവും അനുസരണയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ക്രിസ്തീയത്തിന്റെ ചുവടുകളും ഈ ദൈവത്തിന്റെ അടുത്തേക്കാണ് നമ്മെ കൊണ്ടുപോകേണ്ടത്. ഈ ദൈവ പ്രകൃതത്തിന്റെ പങ്കാളിത്തത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകേണ്ടത്. ആൻഡ് മോർ ദൈവപ്രകൃതത്തിലേക്കും നമുക്കൊരിക്കൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, സ്വരൂപവും സാദൃശ്യവും നമുക്ക് തിരികെ ലഭിക്കുക എന്നുള്ളതാണ്. സുവിശേഷ മുഖാന്തരം നിങ്ങൾക്കൊരു ഹോളിനെസ് റിലിജൻ കിട്ടിയാൽ പോരാ, ഒരു വിശുദ്ധിയുടെ മതം കിട്ടിയാൽ പോരാ. സുവിശേഷത്തിൽ കൂടി അനേകർക്കും അനേക റിലിജനാണ് കിട്ടുന്നത്. വർഷിപ്പ് റിലിജൻ, മിഷൻ റിലിജൻ, ഹോളിനെസ് റിലിജൻ, ഗിഫ്റ്റ് റിലിജൻ, ഹോളി സ്പിരിറ്റ് റിലിജൻ, അനേക കാര്യങ്ങളെ ചുറ്റും വിവിധ മതങ്ങൾ അനേകർക്ക് ലഭിക്കുകയാണ്. നോയിങ് ഗോഡ് ആൻഡ് ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ഹിം, ദൈവത്തെ അറിയുകയും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കുമാണ് നമ്മെ സുവിശേഷ മുഖാന്തരം ദൈവം കൊണ്ടുവരുന്നത്. പരീശന്റെ വിശുദ്ധിയുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, പരീശന്റെ നീതിയുടെ പ്രശ്നം ദൈവത്തെ അറിയാത്ത ഒരു നീതിബോധമായിരുന്നു. ഹി വാസ് കട്ട് ഓഫ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെ വിശുദ്ധിയെ കുറിച്ച് അവന് വളരെ അറിയാമായിരുന്നു. ദൈവത്തെ അറിയുമ്പോൾ നമ്മുടെ വിശുദ്ധിയുടെ ബോധം തന്നെയും മാറുകയാണ്. നമുക്കൊരു പുതിയ മറ്റൊരു തലം കൂടി ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. അതേത് തലമാണ്? ദൈവത്തെ അറിയുന്ന ബന്ധത്തിന്റെ തലം മാത്രമല്ല, ഒരു പുതിയ തലം. മാൻ, മൈ നെയ്ബർ, എൻ്റെ അയൽക്കാരൻ, എൻ്റെ സഹോദരൻ.
തൊട്ടടുത്ത മനുഷ്യനെ കുറിച്ചുള്ളൊരു ബോധം. നോയിങ് ഗോഡ് ഈസ് നോയിങ് മാൻ. ദൈവത്തെ അറിയുക മനുഷ്യനെ അറിയുകയാണ്. ദൈവത്തെ അറിയുക നമ്മെ അറിയുകയാണ്. നമ്മെ അറിയുക മനുഷ്യനെയും കൂടി അറിയുകയാണ്. സുവിശേഷത്തിന് ഈ തലങ്ങളുണ്ട്. നമ്മുടെ ഭക്തി നമ്മുടെ 4 മതിലുകൾക്കുള്ളിൽ അടച്ചു വെച്ച ശേഷം നമ്മുടെ ബൈബിളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ ജീവിതമായിട്ട് നാം കെട്ടിയടച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല ഭക്തി. ഇറ്റ്സ് നോയിങ് ഗാഡ്. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ തലമാണ് ഭക്തിക്കകത്തുള്ളത്. ആൻഡ് നോയിങ് മൈ ട്രൂ സെൽഫ്. എൻ്റെ യഥാർത്ഥ വ്യക്തി, എൻ്റെ യഥാർത്ഥ ആളത്വത്തെ ഞാൻ അറിയുകയാണ്. യേശുക്രിസ്തുവിലുള്ള എൻ്റെ മഹത്വത്തെ ഞാൻ അറിയുകയാണ്. എൻ്റെ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ ആളത്വത്തെ ഞാൻ അറിയുകയാണ്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയുടെ പങ്കാളിത്തത്തിലേക്ക് ഞാൻ വരികയാണ്. And I know I am not alone in this world. ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എന്നും ഞാൻ അറിയുകയാണ്. I have people around me. എൻ്റെ ചുറ്റും അനേകരെ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. I have no life apart from them. അവരെ കൂടാതെ എനിക്ക് ജീവിതമില്ല എന്നും ഞാൻ അറിയുകയാണ്. മനുഷ്യൻ ഏദനിൽ വീഴ്ച സംഭവിച്ച ശേഷം അടുത്ത തലമുറയിൽ ആദ്യ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെ? വളരെ മനുഷ്യ വിമുഖരാണ്. How little we know one another. എത്ര കുറച്ച് മാത്രമാണ് നാം അന്യോന്യം അറിയുന്നത്. How little interest we have one another. എത്ര കുറച്ച് മാത്രം താല്പര്യമാണ് നമുക്ക് മറ്റുള്ളവരോടുള്ളത്. 15 വർഷത്തെ കൂട്ടായ്മയ്ക്ക് ശേഷം നമ്മോടൊപ്പം 10 വർഷം സഭയിലായിരുന്ന ഒരാളെ കുറിച്ച് എന്ത് തുച്ഛമായിട്ടാണ് നാം അറിയുന്നത്. The lost man is still lost. നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു തന്നെയും കിടക്കുന്നു. സുവിശേഷത്തിന് ഈ തലമുണ്ട് എന്നുള്ളത് വിശുദ്ധ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. സുവിശേഷം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ജീവിതത്തിന്റെ ഹാർമണിയിൽ, ഈ ലയത്തിൽ I have my God, എൻ്റെ ദൈവമുണ്ട്. And I have what God did for me. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്ത് ചെയ്തു? I don't want to carry this conflict. എൻ്റെ ജീവിതത്തിന്റെ ആളത്വത്തിന്റെ സംഘർഷവുമായി കൊണ്ടുപോയി എല്ലാവരുടെ മുമ്പിൽ മുഖം മറച്ച് ഒളിച്ചോടി പതുങ്ങി എനിക്ക് ജീവിക്കേണ്ടതായിട്ടില്ല. എൻ്റെ മുഖം തുറന്ന് എനിക്ക് ദൈവത്തെ അഭികരിക്കുവാനും മറ്റാരെയും അഭികരിക്കുവാനായിട്ടുള്ള ധൈര്യം ഈ സുവിശേഷം എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ എന്നെയും ഒളിച്ചോടി പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, എൻ്റെ ചുറ്റും കടന്നു പോകുന്ന ആളുകൾ, ഞാൻ അറിയുന്ന ആളുകൾ, എൻ്റെ ചുറ്റുമുള്ള ആളുകളെ സുവിശേഷം ബന്ധിപ്പിക്കുന്നു. ഗോസ്പൽ കണക്ട്സ് മീ ടു മാൻ. മനുഷ്യനോട് എന്നെ ബന്ധിപ്പിക്കുന്നതാണ് സുവിശേഷം. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് ലഭിച്ചുവോ, ദൈവത്തിൽ ഞാൻ എന്ത് പ്രാപിച്ചുവോ, എനിക്കുള്ള കൃപയെ പല നിലയിൽ ഡിസ്പെൻസ് ചെയ്യിക്കുമാറാക്കുന്നതാണ്, പല നിലയിൽ മറ്റുള്ളവർക്ക് നൽകുമാറാക്കുന്നതാണ് സുവിശേഷം. ഞാൻ നിങ്ങളെ ഇന്ന് ഈ സുവിശേഷത്തിന്റെ ഈ മനോഹരമായിരിക്കും തലങ്ങളിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ കടന്നു വന്ന ശേഷം 2 കൈ നീട്ടി ദൈവമേ തരണമേ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു സുവിശേഷമല്ല. നിങ്ങൾ കടന്നു വന്ന ശേഷം ദൈവം നിങ്ങളെ അനുഗ്രഹത്തിനായിട്ട് വിളിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം നൽകുവാൻ, നിങ്ങൾക്ക് സമഗ്രമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഒരാളത്വം നൽകുവാൻ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആളത്വത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാൻ. താങ്ക് യു ലോർഡ് ഫോർ മേക്കിംഗ് മീ ആസ് ഐ ആം. ഞാൻ ആയിരിക്കുന്ന പോലെ നീ എന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫോർ മൈ കളർ, താങ്ക് യു ഫോർ മൈ സൗണ്ട്. എന്റെ സൗണ്ടിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കളറിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കളറും എന്റെ സൗണ്ടും എന്റെ ജാതിയും എന്റെ കുടുംബവും എല്ലാം ചേർത്ത് എന്റെ ദൈവം അവനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. Hallelujah. I have an identity before God. ദൈവത്തിന് മുമ്പാകെ എനിക്ക് എൻ്റെ തന്നെ ഇടമുണ്ട്.
ദൈവം എന്നെ നമ്പർ വിളിച്ചല്ല അറിയുന്നത്, എൻ്റെ പേര് വിളിച്ചാണ് എന്നെ അറിയുന്നത്. എൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞാണ് എന്നെ അറിയുന്നത്. എനിക്ക് പറ്റുന്ന നിലയിൽ, എനിക്ക് സഹിപ്പാൻ പറ്റുന്ന നിലയിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. God has his distinctive ways for me. എനിക്ക് മാത്രം ദൈവം തൂക്കി നോക്കി അളന്നു നൽകുന്ന വിധങ്ങളുണ്ട്, പരിശീലനങ്ങളുണ്ട്. Every way I am special and unique. എല്ലാ നിലയിലും ഞാൻ പ്രത്യേകതയുള്ളവനാണ്. Amen. I can love my brother. എൻ്റെ സഹോദരനെയും എനിക്ക് സ്നേഹിപ്പാൻ കഴിയും. നമ്മുടെ ചിലരെങ്കിലും അനുഭവമായിരിക്കും. നിങ്ങൾ 10 പ്രാവശ്യം ഒരാളെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും തിരിച്ചു വിളിക്കാത്തവർക്കാണ്. കണ്ടിന്യൂ ടു ഡു ദാറ്റ്. തുടർന്ന് അത് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം, ആ 10 പ്രാവശ്യത്തെ തിരിച്ചു വിളിച്ചില്ലെങ്കിലും പ്രയോജനമില്ലാതെ തീർന്നിട്ടില്ല. There was some result. എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. But let's acknowledge man. നമുക്ക് മനുഷ്യനെ, നമ്മുടെ സഹോദരനെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നവരെ, കുടുംബത്തിലെ ബന്ധങ്ങളെ, our nearest neighbor, നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനും അയൽക്കാരിയും ആരാണ്? ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക്. സുവിശേഷം നമ്മളെ ആ ബന്ധങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. I don't know, എനിക്കറിയത്തില്ല എന്ന് പറയുന്നൊരിടത്തേക്ക് സുവിശേഷം നിങ്ങളെ ഒരു പ്രത്യേക ജീവിതത്തിന്റെ കൂട്ടിലാക്കിയ ശേഷം നിങ്ങളെ അടച്ചിടുന്ന ഒരു ജീവിതമല്ല, നിങ്ങളെ തുറന്നു വിടുന്ന ജീവിതമാണ്. You can fly to God. ദൈവത്തിലേക്ക് പറന്നെടുക്കുവാനും മനുഷ്യടുത്തേക്ക് എന്ന ശേഷം ഈ ദുഃഖപൂർണമായിരിക്കുന്ന ജീവിതത്തിൽ, പ്രശ്നപൂർണമായിരിക്കുന്ന ജീവിതത്തിൽ you are there to heal. അനേകരെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് ഈ നിലയിലുള്ള ഒരു വിശുദ്ധിയാണ്. He came down from heaven. സ്വർഗത്തിൽ നിറങ്ങി വന്ന ശേഷം പിതാവിനോടുള്ള ബന്ധത്തെ അവൻ കാണിച്ചു. അതുമാത്രമല്ല, ജീവിതത്തിൽ അവനായിരുന്ന സമയത്തെല്ലാം മനുഷ്യരോട് അവൻ ബന്ധിക്കപ്പെട്ടു. He touched people. He talked with people. ആളുകളോട് സംസാരിച്ചു, ആളുകളെ സ്പർശിച്ചു, ആളുകളെ സൗഖ്യമാക്കി. നാം അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ്. Amen. Amen. This is the gospel chart. സുവിശേഷം നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം ഇതാണ്. Back to that harmony. ഈ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ആ ജീവിത ലയത്തിലേക്ക്, with God in myself and with my brother. ദൈവത്തോടും എന്നിലും എൻ്റെ സഹോദരനോടും സഹോദരിയോടും ജീവിത ബന്ധത്തിന്റെ ലയം, താളം. അതിൽ നിന്ന് വരുന്ന ഒരു ബ്ലിസ് ഉണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു ജീവിത മഹത്വമുണ്ട്. ചിലക്ക് നീതിയും ഭക്തിയും കൂടെ കൂടിയാണ്. ആരോടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം നീതി കൂടുന്തോറും യോജിക്കാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നം തന്നെയാ, പറഞ്ഞാലും മനസ്സിലാകില്ല. ദൈവത്തെ അറിയുന്ന നീതി കൂടുന്തോറും യു ക്യാൻ വാക്ക് ക്ലോസർ ടു പീപ്പിൾ. ആളുകളോട് നിങ്ങൾക്ക് ചേർന്ന് നടക്കുവാൻ കഴിയും. ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമല്ല. ദൈവത്തെ അറിയുന്നവരെ സമയത്തോളം ചെല്ലുന്നിടത്തെല്ലാം ശാന്തതയും ബന്ധവും സ്നേഹവും കൊണ്ടുവരാനായിട്ട് കഴിയും. This is a tri-facet of the gospel. സുവിശേഷത്തിന്റെ ത്രിമാന തലങ്ങളാണിത്. ഈ മനോഹരമായിരിക്കുന്ന ജീവിതത്തിന്റെ ഹാർമണിയിലേക്ക്, ലയത്തിലേക്ക് let's fix our goal. നമ്മുടെ കണ്ണിനെ ഒരു ലക്ഷ്യമാക്കാം. Amen. Hidden Treasure Christian Fellowship Church, Care Project Center, Mariyathiruthu PO, Kottayam. Phone number 048123927776. Mobile number 98465 98704. Email address cfckottayam@gmail.com.